അഗസ്ത്യാർകൂടത്തിന് മുകളിലൂടെ കോടമഞ്ഞ് ഒഴുകിയിറങ്ങുന്ന കാഴ്ച അതിമനോഹരമായ ഒരു കാഴ്ചയായിരുന്നു. ട്രക്കിങ്ങിന്റെ 2ാം ദിവസമായ ഇന്ന് രാവിലെ 7 മണിയോടുകൂടി തന്നെ എല്ലാവരും ട്രക്കിങ്ങിന് വേണ്ടി റെഡിയായിരുന്നു. ക്യാമ്പിൽ നിന്നും അഗസ്ത്യാർകൂടത്തിന് മുകളിലേക്കുള്ള 6 കിലോമീറ്റർ ദൂരമാണ് ഏറ്റവും കഠിനമായിട്ടുള്ള ട്രക്കിംഗ്. റൂട്ടെല്ലാം ക്ലിയർ ആണെന്നുള്ള ഗ്രീൻ സിഗ്നൽ ഗാർഡ്സിൽ നിന്നും കിട്ടിയതിനു ശേഷം ഒരു 7:45 കൂടെ എല്ലാവരും യാത്ര പോകും. ഇവിടുത്തെ ഈ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അനുഭവിച്ചെന്നെ അറിയാം. ഇതൊക്കെ നല്ലൊരു കൂടിയും നല്ല തണുപ്പാണ്. ആ കാറ്റ്, ആ തണുപ്പുള്ള കാറ്റ്, കോടയും അനുഭവിച്ചറിയേണ്ട ഒരു കാഴ്ചകളും അനുഭവങ്ങളാണ് ഇതൊരു ട്രക്കിങ്. അഗസ്ത്യാർകൂടം ട്രക്കിങ് പാറക്കെട്ടും വഴുക്കലും എന്തൊരു കഷ്ടപ്പാടാ. ശ്വാസം കിട്ടുന്നില്ല. നല്ല തണുപ്പുള്ളതിനെ കൊണ്ടൊരു സുഖമുണ്ട്. നല്ല പെയിൻ ഉണ്ടാവും. അത് കഷ്ടപ്പെട്ട് ഒരുപാട് നടന്നിട്ട് എന്താണൊക്കെ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ്. ഈ ഒരു അഗസ്ത്യാർകൂടം ട്രക്കിംഗ് അഗസ്ത്യമുനിയുടെ സന്നിധിയിലേക്കുള്ള ഒരു പുണ്യയാത്ര കൂടിയാണ്. അഗസ്ത്യാർകൂടം സപ്തർഷികളിൽ ഒരാളായ അഗസ്ത്യമുനിയുടെ വാസസ്ഥലമായാണ് വിശ്വസിക്കപ്പെടുന്നത്. ഹൈന്ദവ പുരാണ പ്രകാരം കൈലാസത്തിൽ വെച്ച് നടക്കുന്ന ശ്രീ പരമശിവന്റെയും പാർവതീ ദേവിയുടെയും വിവാഹത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി ദേവന്മാരും ഋഷിമാരും ഉൾപ്പെടെ ലോകത്തിലുള്ള സകലരും ഹിമാലയത്തിലേക്ക് യാത്ര തിരിച്ചു. എല്ലാവരും ഭൂമിയുടെ വടക്കോട്ട് പോയതോടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുകയും വടക്ക് ഭാഗം താഴാനും തെക്ക് ഭാഗം ഉയരാനും തുടങ്ങി. ഈ പ്രതിസന്ധി മനസ്സിലാക്കിയ പരമശിവൻ അഗസ്ത്യമുനിയെ വിളിച്ച് തെക്കോട്ട് പോകാൻ നിർദ്ദേശിച്ചു. തുടർന്ന് ഭൂമിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനായി തെക്കോട്ട് യാത്ര ചെയ്ത അഗസ്ത്യമുനി എത്തിച്ചേർന്നതും തപസ്സിരുന്നതുമായ മലനിരകളാണ് ഇന്ന് അഗസ്ത്യാർകൂടം എന്നറിയപ്പെടുന്നത്. ഞങ്ങൾ മുകളിലെത്തുമ്പോൾ സമയം ഏതാണ്ട് 11:30 12-12:30 വരെ മാക്സിമം അവിടെ നിൽക്കാൻ അനുവദിക്കുള്ളൂ. അതിനുശേഷം കോട ഇറങ്ങിക്കഴിഞ്ഞാൽ തിരിച്ചിറങ്ങാനുള്ള വഴി കാണാതെ ബുദ്ധിമുട്ടാവുന്നതുകൊണ്ട് അതിനു മുമ്പേ എല്ലാവരും താഴോട്ട് ഇറങ്ങണമെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയിരുന്ന നിർദ്ദേശം.